നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയെ വിചാരിക്കുക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തിയുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള ആഗ്രഹം എന്നുള്ളത്. ഓക്കെ, ലവ് എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. മജീഷ്യൻ, 10 ഓഫ് വാട്ടർ. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് യാതൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ വന്നിരിക്കുന്ന എനർജി ആരുടെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ മനസ്സിനകത്ത് അത്രയും സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ നിങ്ങളാണെന്ന് തന്നെ ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിലും മികച്ചത് അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്ന് നല്ലൊരു ഫ്യൂച്ചറാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന, റിലേഷൻഷിപ്പിന് വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കും കടന്നു വരാനായിട്ട് യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾ ആവശ്യപ്പെടുക.